തണ്ണീർക്കൊമ്പനുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി 12:10 മുത്തങ്ങ അതിർത്തി കടന്നത്. മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂരിലേക്ക് 25 കിലോമീറ്റർ. ഈ ദൂരവും താണ്ടി ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറി. യാത്രയിൽ എവിടെയും നിർത്തുകയോ അതുപോലെ തണ്ണീർക്കൊമ്പന് ബൂസ്റ്റർ ഡോസ് നൽകുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിരുന്നില്ല. കർണാടകത്തിലേക്ക് അവിടെ ബന്ദിപ്പൂർ ചെന്നിട്ട് അതിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ പരിശോധിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിലവിലെ കണ്ടീഷനൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഹെൽത്തിയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നമ്മളെ മാനന്തവാടിക്കാരെല്ലാവരും വളരെയധികം സഹകരിച്ചു. എല്ലാ ജനങ്ങളോടും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്, പ്രത്യേകിച്ച് മീഡിയക്കാരോട്. മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് മാനന്തവാടിയിൽ വെച്ച് തണ്ണീർക്കൊമ്പനെ വരുതിയിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് എലിഫൻ്റ് ആംബുലൻസിൽ കയറ്റാനും കഴിഞ്ഞത് 3 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി. എന്തായാലും കർണാടകയിലെ ഹസനിൽ വെച്ച് കർണാടക വനംവകുപ്പ് പിടികൂടി പിന്നീട് വനമേഖലയിൽ തുറന്നുവിട്ട ആനയാണ് മാനന്തവാടി നഗരമേഖലയിലേക്ക് വന്നത്. അവിടെ നിന്ന് പിടികൂടി വീണ്ടും കർണാടകയിലേക്ക് തന്നെ കൊണ്ടുവന്ന് വനംവകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. മുൾമുനയിൽ നിന്ന ഒരു ദിവസമായിരുന്നു മാനന്തവാടിക്കാരെ സംബന്ധിച്ച് ഇന്നലത്തേത് എന്നത്. അതിൽ ആനയുമായി രാത്രി 12:10 നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വനപാല സംഘം മുത്തങ്ങ അതിർത്തി കടന്ന് ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഏറെ ആശ്വാസത്തിലാണ് ജനങ്ങളെല്ലാവരും തന്നെ ഇപ്പോഴുള്ളത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്ന് അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.